തീർച്ചയായിട്ടും അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ മദ്യനയം ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുക. അതുകൊണ്ട് മദ്യനയത്തിൽ കാരണം ജനങ്ങൾ ഇത്രയും ഏറെ ശക്തമായി പ്രതികരിച്ച ഒരു സന്ദർഭമുണ്ട്. UDF പിന്താങ്ങിയ ജനങ്ങൾ, ആ ജനങ്ങൾ ഇടതുപക്ഷ മുന്നണിയുടെ പിണറായി സർക്കാരിൻ്റെ തെറ്റായ നടപടികൾ, ദുർനടപടികൾ, തെറ്റായ സമീപനം, ജനവിരുദ്ധമായ നയങ്ങൾ, മദ്യവും മയക്കുമരുന്നും വ്യാപകമാക്കുന്ന രീതി, ക്രമസമാധാന പാലനത്തിലുണ്ടായ തകർച്ച, ഇതെല്ലാം പിന്നെ വെള്ളാപ്പള്ളിയെ പോലുള്ള ആളുകളുമായി കൂട്ടുപിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തകർച്ചയ്ക്ക് ഇടവരുത്തിയ ഒരു സംഭവമാണ്, യാതൊരു സംശയമില്ല. ആ തരത്തിലുള്ളൊരു സാഹചര്യം ഒരിക്കലും UDF ഉണ്ടാകാൻ പാടില്ല എന്ന ഉറച്ച വിശ്വാസമാണ്. കാരണം തുടക്കത്തിലേ നമ്മൾ ശ്രദ്ധിക്കണം, ഒരു തീരുമാനം പോലും പാളിപ്പോരുത്. ആലോചിച്ച് എല്ലാവരുമായി ബന്ധപ്പെട്ട് എല്ലാ തീരുമാനങ്ങളും എടുത്ത് മുന്നോട്ട് പോവുക, അതുവഴി സർവ്വസമ്മതമായ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോവുക. അതാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്. ഇപ്പോൾ കരിമണലിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ പറഞ്ഞു, ഗവൺമെൻറ് ഭാഗത്തു നിന്ന് വിശദീകരിക്കപ്പെട്ടത് കരിമണലിൻ്റെ കാര്യത്തിൽ തെറ്റിദ്ധാരണയാണ്. കരിമണലിൻ്റെ കാര്യത്തിൽ ഖനനം നടക്കുന്നില്ല, ഖനനമേ ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. ഖനനമേ ഇല്ല, പൊതുമേഖലയിൽ മാത്രമാണ് നിൽക്കുന്നത്, അവിടെ സ്വകാര്യവൽക്കരണം ഇല്ല എന്നൊക്കെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം തുറന്നു പറയുകയാണ്, പിണറായി മുഖ്യമന്ത്രിയാണെന്ന കാലത്തും ഇതേ നിലപാട് തന്നെയാണ് പറഞ്ഞിരുന്നത്. കാരണം ഖനനമില്ല, അതുപോലെ തന്നെ പൊതുമേഖല വിട്ടുകൊണ്ട് സ്വകാര്യ മേഖലയ്ക്ക് കൂട്ടു നിൽക്കില്ല എന്ന് പറഞ്ഞ്. കാരണം ഞങ്ങളൊക്കെ 2003 നടത്തിയ ആ മഹത്തായ സമരമുണ്ട് ഇതിനെ, അതുകൊണ്ടാണ് അന്ന് പിൻവലിക്കപ്പെട്ടത്. ആ സമരത്തിൽ പങ്കെടുത്ത CPI ഞങ്ങളൊക്കെ എടുത്ത ഒറ്റക്കെട്ടായ തീരുമാനം, ഒരു മേഖലയിലും ഖനനം പാടില്ല. സ്വകാര്യ മേഖലയിലോ പൊതുമേഖലയിലോ, ആലപ്പുഴ തീരത്ത് ഒരു മേഖലയിലും ഖനനം പാടില്ല. സ്വകാര്യ മേഖലയിലോ പൊതുമേഖലയിലോ സംയുക്ത മേഖലയിലോ പാടില്ല. ആ സമരത്തിൽ പങ്കാളിയായിരുന്ന CPM ആണ് പിന്നീട് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് അനുമതി കൊടുത്ത്, IRE, KMML പോലുള്ള സ്ഥാപനങ്ങൾക്ക് അനുമതി കൊടുത്ത് കുട്ടനാട്ടിൻ്റെ ജലം ഒഴിവാക്കാൻ വേണ്ടി, കുട്ടനാട്ടിലെ പ്രളയക്കെടുതികൾ ഒഴിവാക്കുന്നതിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ആ കുട്ടനാട്ടിലെ പ്രളയക്കെടുതി ഒഴിവാക്കുന്നതിന് ചെയ്യേണ്ടതായ അനിവാര്യമായ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അവരാദ്യം ചെയ്യേണ്ടിയിരുന്നത് തോട്ടപ്പള്ളി സ്പിൽവേ, അതിൻ്റെ ഷട്ടറുകളാകെ കേടുപാട് വന്നിരിക്കുകയാണ്. അപ്പോൾ ആ ഷട്ടറിൽ കൂടി കടലിൽ നിന്ന് ഉപ്പുവെള്ളം കയറി കൃഷിക്ക് നാശമുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.